പ്രധാനപ്പെട്ട ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആദ്യം തന്നെ ഞാൻ പറയാണ്, ജന്തർ മന്ദറിൽ ഇപ്പൊ ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ ഒരു സമരത്തിന് പൂർണ്ണ പിന്തുണ ഞാൻ നൽകുന്നുണ്ട്. പക്ഷേ ഈ ജന്തർ മന്ദറിലേക്ക് ഇപ്പൊ കുറെ ക്ഷുദ്ര ശക്തികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നമ്മുടെ ഈ ഹാർപ്പിക് വേട്ടാവളിയുണ്ടല്ലോ, ഇവനെ പോലുള്ള ചില മരവാണങ്ങൾ പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് കുറെ ആൾക്കാരൊക്കെ ഈ ജന്തർ മന്ദറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരം പൊളിക്കാൻ വേണ്ടി ഇറക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പല ആൾക്കാരും കണ്ടു കാണും, ഈ മലൻ ടിവിക്കകത്തൊരു വാർത്ത വന്നത്, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു അവരുടെ ബംഗ്ലാദേശിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ AI ക്രിയേഷനിലൂടെ ഉണ്ടാക്കിക്കൊണ്ട് അവർ പുറത്തു വിട്ടിരുന്നു. അപ്പൊ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമരം ശക്തി പ്രാപിച്ചപ്പോൾ ഇതിനെ പൊളിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെയും സംഘപരിവാർ ശക്തികളുടെയും ഒരു ചിന്ത. അതിന്റെ പേരിൽ കേരളത്തിൽ നിന്നും കുറച്ച് മലയാളികളെ രംഗത്തിറക്കിക്കൊണ്ട് ഇതിനെ പൊളിക്കാം എന്നുള്ളൊരു പരിപാടിയായിട്ടാണ് ഇവന്മാർ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ മാതൃഭൂമിയിലൊക്കെ കണ്ടിട്ടുള്ള വാർത്തകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവരെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ ചാനലുകൾ പോയി അവരുടെ നിന്ന് ബൈറ്റ് എടുക്കുന്നു, എന്നിട്ട് അത് സംപ്രേഷണം ചെയ്യുന്നു. അത് സമരം പൊളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവന്മാർ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് എനിക്ക് ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ മലനാടൻ സാജൻ ചേട്ടനുണ്ടല്ലോ, സാജൻ ചേട്ടൻ സത്യസന്ധനായിട്ടുള്ള മാധ്യമപ്രവർത്തനാണ്, നീതിയുക്തനായിട്ടുള്ള മാധ്യമപ്രവർത്തനാണ്. ഒരു കാര്യത്തിലും അദ്ദേഹം വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു മാധ്യമപ്രവർത്തനാണ്. ഇപ്പം അയാളുടെ ഒരു വാർത്ത ഞാൻ കണ്ടു കേട്ടോ, പാർലമെന്റ് കത്തിക്കണം, മോദിയെ ചുട്ടുകൊല്ലണം, ചവിട്ടിക്കൂട്ടണം ഈ തീവ്രവാദി. അതായത് ഇവനൊരു മുസ്ലിം നാമധാരിയാണ്, മുസ്ലിമാണ്. ഒരുത്തൻ പറഞ്ഞത് യഹ്ജൂജ് മഹജൂജ് ഇറങ്ങുകയാണ്, അതിന്റെ ലോകാവസാനത്തിന്റെ സമയമാണ്, അതാണ് ഈ പാറ്റകളുടെ രൂപത്തിൽ ഇവർ വന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇവൻ പറഞ്ഞ എന്താ അറിയോ, ഞാൻ നേപ്പാളിൽ സമരത്തിൽ പോയിരുന്നു, അവിടെ പോയി ഞാൻ ഒരുപാട് പോലീസുകാരെ ഈ കൈ കൊണ്ട് കല്ലെറിഞ്ഞ് ഓടിച്ചു. അതുകൊണ്ട് നിങ്ങൾ മടിച്ചു നിൽക്കരുത്, നിങ്ങൾ പെട്ടെന്ന് ചാടി ഇറങ്ങണം, ഈ സമരത്തിൽ പങ്കെടുക്കണം, എന്നിട്ട് പാർലമെന്റൊക്കെ അങ്ങ് പൊളിക്കണമെന്നാണ്. ഒരിക്കലും ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റുകളോടൊന്നും നമ്മൾ ആരും യോജിക്കുന്നില്ല, നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചോ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചോ രാജ്യത്തിനെതിരെ ആര് വന്നാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അവരെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ എനിക്ക് നമ്മുടെ മറുനാടൻ ചേട്ടൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് മുസ്ലിം ആണെന്ന് കരുതിക്കൊണ്ട് ഒരു പരനാറി മിഥുനം എന്ന് പറയുന്ന ഒരു പരമചെറ്റ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വെള്ളിയാഴ്ച ദിവസം കഴുത്തറുത്ത് കൊല്ലു എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ അല്ലേ? ഈ വീഡിയോ ഒന്നും ഇവന്മാർ ചെയ്തിട്ടില്ല. കാരണം മുസ്ലിം അല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാൻ അതങ്ങ് തട്ടി, അവൻ മാനസിക രോഗിയായി, അവൻ 9 വർഷമായിട്ട് ചികിത്സയിലായിരുന്നു എന്നൊക്കെയാണ് ഈ വേട്ടാവളിമാർ പറഞ്ഞു വന്നത്. ഇപ്പൊ ഇത് മുസ്ലിം ആയതുകൊണ്ടും മുസ്ലിം പേരായതുകൊണ്ടും ഇവന്മാരൊന്നും മാനസിക രോഗികളുമല്ല, ഇവരൊക്കെ രാജ്യദ്രോഹികളെന്നാണ് പറഞ്ഞിട്ട്. അവിടെ സമരം ചെയ്യുന്നവർ മുഴുവൻ രാജ്യദ്രോഹികളെന്നാണ് ഈ രാജ്യദ്രോഹികളായിട്ടുള്ള സംഘപരിവാർ നാറികൾ എന്ന് പറയുന്നത്. അവന്റെയൊക്കെ ആസനം താങ്ങി അവന്റെയൊക്കെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന ഇവനെ പോലുള്ളവനെന്നും മാധ്യമ പ്രവർത്തകനൊന്നും അല്ല പറയേണ്ടത്, ഇവനെയൊക്കെ കൂട്ടിക്കൊടുപ്പുകാരൻ എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും ഇവൻ പറയുന്നോ നിങ്ങളൊന്ന് കേട്ടുപോയിക്കോ. ഡൽഹിയിൽ നടക്കുന്ന പാറ്റ വിപ്ലവത്തിന്റെ ഭാഗമായി പല വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരുത്തൻ മനോരമ ന്യൂസിന് കൊടുത്ത ഒരു വീഡിയോ ദൃശ്യം ഇന്നലെ വളരെയധികം വൈറലായിരുന്നു. അവനിതിനെ കാണുന്ന അള്ളാഹുവിന്റെ അന്ത്യ ദർശനം എന്ന നിലയിലാണ്. അതായത് ലോകം അവസാനിക്കാൻ പോകുന്നു, പാറ്റകളിലൂടെയാണ് ലോകം അവസാനിക്കേണ്ടത്, അതുകൊണ്ട് അവൻ ഇതിനോടൊപ്പം പങ്കുചേരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിരവധി പേരുണ്ട്. ഇവനെ ഇറക്കി വിട്ടത് നമ്മുടെ ആരിഫ് ഹുസൈൻ ആണ് എന്നൊക്കെ പറയുന്ന ആളുകൾ വേറെയുണ്ട്. ഇതിനൊപ്പമാണ് ഇന്നലെ വേറൊരുത്തന്റെ പ്രകടനം. അവനങ്ങ് ആവേശം കൊള്ളുന്ന വ്ളോഗറാണ്, OK അനസ് എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അവൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അവനങ്ങ് ആവേശഭരിതനാവുകയാണ്. അവനിങ്ങനെ പാറ്റകൾ ബഹളം വെക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു, മുമ്പോട്ട് പോകുന്നു. ഇതങ്ങോട്ട് പോയ മോദിയെ കൊല്ലും, ഹൈക്കോടതി കത്തിക്കും, പാർലമെന്റ് തകർക്കും, അങ്ങനെ വലിയ ആവേശം. എന്നിട്ട് അവൻ പറയുകയാണ് അവൻ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് നേപ്പാളിലെ കലാപത്തിൽ. അതിനൊക്കെ ശേഷം ചില വള്ളിക്കെട്ടൊക്കെ ഉണ്ടാവും, അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് അവൻ ആഹ്ലാദ ചിത്തനാവുകയാണ്. ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങളെ പോലീസുകാരെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാട കയ്യിലോട് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത് എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രമല്ല അവിടെ കേരളത്തിൽ നിന്ന്, അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മുടെ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ, കുറെ ആൾക്കാരുണ്ടാവും. എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ട് ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ പുറത്തുനിന്നറിയാം, ഒരു ആഴ്ച മുമ്പ് ഞാൻ നാട്ടിൽ വരെ ടർഫ് കളിച്ചിട്ട് കുണ്ടിത്തി വീണു, അവിടെ എല്ലാം കുത്തിയും. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഞാൻ അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. ഞാൻ അഥവാ ആണെങ്കിൽ ഇതാണ് അവിടെ നോക്കിക്കിടുന്നതാണ് കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ പറ്റൂ. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ തിനി എടാ കയ്യിലൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ കഴിഞ്ഞല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തുള്ള ശ്രീലങ്ക, അതിന്റെ മുമ്പത്തുള്ള ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? അല്ല പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിന്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തർ പോലീസുകാരുണ്ടോ ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെ കേൾക്കണ്ടോ പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു നല്ല ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്നിട്ട് ആകെ ചോര കൊലിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ടക്ക് 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 ടക്ക്. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണ് കുറെ ആലോചിച്ചത്, അതാണ് നമ്മളെ സ്വപ്നത്തിൽ വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ മൂന്നാളൊരു PNG ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജൻസികൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും, ഇവർക്ക് എന്താ ആലോചിക്കാനേ. അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞുള്ള നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കുന്ന അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ, അങ്ങനത്തെ പല പല സീന് വരാണ്ടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ചയും കൂടി കേട്ടെ, ഇതൊന്ന് മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല, അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ടിരിക്കണം. അറിയോ, എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലമായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാൽ മതിയേന്. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതൊക്കെ തോന്നണേ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏറ്റെടുത്തു. വലിയ തോതിൽ രാജ്യസ്നേഹികൾ ഇവനെതിരെ രംഗത്ത് വന്നു. ഇതോടുകൂടി അവൻ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ലീഗൽ അഡ്വൈസർ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. പക്ഷെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യയിലെ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പത്തെ എന്തോ ഒരു ആവേശത്തില് എന്തോ നമ്മളിപ്പോ വണ്ടി അടിച്ചാൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. അതേമാതിരി എങ്ങനെയോ ഞാൻ സാധാരണ വീഡിയോ ചെയ്യാനാണ്, പക്ഷെ അപ്പൊ എങ്ങനെ എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. അപ്പൊ അതിന് ഞാൻ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്ത്, ഒരുപാട് ആൾക്കാർ മറ്റേ ഡൽഹി പോലീസിനെ മെൻഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാണും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളക്കാരല്ലടാ, ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ. ഞാൻ എന്തെങ്കിലും ഞാൻ മതകീയമായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യലുണ്ട്, രാഷ്ട്രീയമായിട്ട് ഞാൻ ആരെയും കളിയാക്കലില്ല. ഞാൻ എന്റെ വ്ളോഗ് ഇടലുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ അങ്ങനെ ഓരോ റിയാക്ട് ചെയ്യലുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യലുള്ളൂ. അല്ലാതെ ഞാൻ എന്റെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് പറയണത്. മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാപ്പ് പറയണത്. സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു തെറ്റാണ്, അത് ഞാൻ തിരുത്തി ഡിലീറ്റ് ചെയ്തിന് 5 മിനിറ്റിന്റെ ഉള്ളിൽ. പക്ഷെ അത് സ്പ്രെഡ് ആയി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ സോറി പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ നിന്റെ മാപ്പും കോപ്പുമൊന്നും സ്വീകാര്യമല്ല. നിന്റെ ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നത്. ഇന്ത്യ മഹാരാജ്യം ബുൾഡോസർ കൊണ്ട് തകർക്കണം, അവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ അധിനിവേശം നടത്തണം എന്നാഗ്രഹിക്കുന്ന രാജ്യദ്രോഹികളായ ഒരു കൂട്ടം പേർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്നത് ലെവലേശമില്ല. അവരുടെ ശത്രു മോദിയാണ്. അവർ ആഗ്രഹിക്കുന്നത് മോദിയുടെ വീഴ്ചയാണ്, അതിലൂടെ രാജ്യത്തിന്റെ വീഴ്ചയാണ്. അവർ നുണ പറഞ്ഞുകൊണ്ടും വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടും ഈ രാജ്യത്തെ തകർക്കാൻ പലതവണ ശ്രമിച്ചു. രാജ്യത്തെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിലാണ് ഇവരുടെ നോട്ടം. ഒരെക്കാലത്തും എന്തെങ്കിലും അപ്രസക്തമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് വലിയ വിഷയങ്ങളെ കത്തിച്ചു നിർത്തും. എന്നിട്ട് അവർ കുറ്റം പറയുന്നത് മോദിയെ, വലിയ വായിൽ സംസാരിക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടി. ഇത്തരം മനോഭാവമുള്ളവർ ഈ രാജ്യത്ത് ജീവിക്കാൻ പാടില്ല. അവർ ജീവിക്കേണ്ടത് ജയിലിലാണ്. ഇവരാണ് നാളെ ഭീകരവാദികളായി മാറുന്നത്. ഇവരാണ് നാളെ രാജ്യത്തിന്റെ സമാധാനം കെടുത്തുന്നത്. അപ്പൊ നിന്റെ മാപ്പും കോപ്പും ഒന്നും ഇവിടെ സ്വീകാര്യമല്ല. കാര്യം ജൻസി വിപ്ലവത്തിന് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഈ വ്ളോഗർ ഇപ്പം പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇതിനൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ വാർത്ത ചെയ്യുമ്പോൾ ഈ വൺ സൈഡ് വാർത്ത മാത്രം ചെയ്യരുത് കേട്ടോ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വെള്ളിയാഴ്ച ദിവസം കഴുത്തറുത്ത് കൊല്ലുമെന്ന് പറഞ്ഞ ആ പരനാറി അവൻ രാജ്യദ്രോഹിയല്ല, അവൻ മാനസിക രോഗി. ഇവൻ രാജ്യദ്രോഹി തന്നെ. രാജ്യത്തിനെതിരെ പറഞ്ഞാൽ ഇവൻ രാജ്യദ്രോഹി തന്നെയാണ്. താൻ വലിയ പുണ്യാളനൊന്നും അല്ല. കാരണം ഇവൻ്റെയൊക്കെ ആസനം താങ്ങി ജീവിക്കലാണല്ലോ തൻ്റെ പരിപാടി. ഇവിടെ വാർത്തകൾ ചെയ്യൽ മാധ്യമ പ്രവർത്തനാണെന്നുണ്ടെങ്കിൽ നേരാവണ്ണം സത്യസന്ധമായി എല്ലാം കൃത്യമായിട്ട് പറയണം. രാജ്യത്തിനെതിരെ, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ അകത്ത് പോകണം. പക്ഷെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ വിദ്യാർത്ഥി സമൂഹം ഇന്ന് ഈ ചെയ്യുന്ന സമരം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാലോ അല്ലേ. 94 കുട്ടികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടത്. അവരുടെയൊക്കെ മരണത്തിന് ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? ഈ സർക്കാരല്ലേ. 2 or 3 ആളുകളെ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവോ? ഈ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ആ മന്ത്രി രാജിവെച്ചിരിക്കണം. അതിനെതിരെയൊക്കെ സത്യസന്ധമായിട്ട് വാർത്തകൾ ചെയ്യടോ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിന് നല്ലത് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ല കേട്ടോ. നിന്നെ ഒന്ന് മാധ്യമ പ്രവർത്തനമൊന്നും വിളിക്കാൻ കൊള്ളില്ല. അതാണ് പറയേണ്ടത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ ഇതിനൊക്കെ മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം.